ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൺ വേളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബേക്കറിയിലൊക്കെ കിട്ടുന്ന സോഫ്റ്റ് ജിലേബി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഉഴുന്നും പരിപ്പ് നമ്മൾ കുതിരാനായിട്ട് വെക്കുക. നന്നായി കഴുകി 1 മണിക്കൂർ കുതിരാനായിട്ട് വെക്കുക. ഇനി അത് നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലിട്ടിട്ട് 1 ടീസ്പൂൺ വെള്ളമൊഴിച്ച് നല്ല അടിച്ചെടുക്കുക. ഇനി അതിലേക്ക് 2 ടീസ്പൂണ് അരിപ്പൊടി ചേർക്കുക. കളറ് വേണ്ടവർ കളറ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി കൈകൊണ്ട് അടിച്ചടിച്ച് തന്നെ മിക്സ് ചെയ്യണം. അത് നല്ല ഫ്ലഫി ആയി വരും. അപ്പം നമ്മുടെ ജിലേബി ഉണ്ടാക്കാനുള്ള മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി ജിലേബിക്കുള്ള ചക്കരപ്പാനി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഉഴുന്നെടുത്ത അതേ ഗ്ലാസ്സിൽ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, കളറ്, സഫ്രോൺ, കുങ്കുമപ്പൂവ് ഉണ്ടെന്നുള്ളവർ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നന്നായി തിളച്ച് വരട്ടെ. ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ജിലേബിക്ക് പുളി ഉണ്ടാവണം അല്ലേ, ലൈറ്റാ പുളി കിട്ടണം. അതിന് വേണ്ടിയിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കണം. ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോൾ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി നമ്മുടെ കൈ അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഒരു നൂൽപ്പരുവാവണം. നൂല് പോലെ ഇങ്ങനെ വരും. ആ പരിവായി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ തീയിലിട്ട് അവിടെ വയ്ക്കാം. ഈ സമയം നമുക്ക് മാവ് എടുത്ത് കവറിലേക്ക് ഇടാം. എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഓവറായിട്ട് എണ്ണ ഒഴിക്കുക വേണ്ട. ചെറുതായി ഷാലോ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ മാത്രം മതി. അതിലേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ജിലേബി ഉണ്ടാക്കാനായിട്ട്. അല്ലെങ്കിൽ ജിലേബി ഓരോന്ന് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ മറ്റു ജിലേബി അടി കരിഞ്ഞു പോകും കേട്ടോ, ഉള്ളു വേവില്ല. അപ്പം നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ജിലേബി വേവിക്കാനായിട്ട്. ഒരു സൈഡ് വെന്തെന്ന് അറിയാനായിട്ട് നമ്മൾ സൈഡ് കളറ് ചേഞ്ചായി വരും. അപ്പോൾ നമുക്കത് കണ്ടാൽ മനസ്സിലാകും. അപ്പം നമ്മുടെ ജിലേബികളൊക്കെ ഒരു ട്രിപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി തയ്യാറായ ജിലേബി നമ്മൾ എന്ത് ചെയ്യണ്ടേ, അങ്ങനെ തന്നെ പഞ്ചസാര ലായനിയിലേക്ക് ഇട്ട് കൊടുക്കുക. പഞ്ചസാര ലായനി ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലതാണ്. ചൂടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പം ഒരു 5 മിനിറ്റ് പഞ്ചസാര ലായനിയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റല്ലേ ജിലേബി. കടയിലൊക്കെ വാങ്ങണ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളും തയ്യാറാക്കുക. ഞാൻ കുറച്ച് വലിയതാണ് ഉണ്ടാക്കിയത്, പിന്നെ ചെറിയ ജിലേബി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ആദിലക്ഷ്മി കിച്ചൺ വേയിൽ കമൻസ് അറിയിക്കാം. കമൻസ് അറിയിച്ചാൽ മാത്രം പോരാ, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യില്ലേ? അപ്പോൾ ഇനിയും പുതിയ റെസിപ്പിയിലായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ നോക്കിയേ, ഞാൻ ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കണത് ഇത് കുറച്ച് വലിയ ജിലേബി. ഇത് അടുത്തുണ്ടാക്കിക്കണ്ട ചെറിയ നൂലിൽ, അതായത് നമ്മുടെ കവറ് പൊട്ടിക്കൂലേ, ആ കവറ് പൊട്ടിക്കുമ്പോൾ അതിൽ ചെറിയ ഓട്ടുണ്ടെങ്കിൽ ചെറിയ ജിലേബി, നൂൽ പോലൊരു ജിലേബിയില്ലേ, അങ്ങനെ ഒരു ജാങ്കരി എന്നൊക്കെ പറയും. കണ്ടില്ലേ, നമ്മൾ ഞെക്കി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തേൻ വരണ പോലെയാണ്. അപ്പം നമ്മുടെ സോഫ്റ്റ് ജിലേബി തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ ആദിലക്ഷ്മി കിച്ചൺ വീട് കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അടിക്കാൻ മറക്കരുത്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.